السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. صدق الله مولانا العظيم. المعتدي في الصدقة كمانعها صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച സക്കാത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ചില ഭാഗങ്ങൾ കൂടി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു നെടും തൂണാണ് സക്കാത്ത്. അത് കേവലം ഒരു സംഭാവനയായി കാണാനാകില്ല. സക്കാത്ത് കേവലം ഒരു ദാനമായിട്ട് കാണാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലെ മറ്റു ആരാധനാനുഷ്ഠാനങ്ങൾക്കുള്ളതുപോലെ തന്നെ ചില നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് അത് സ്വീകാര്യമാകുന്നത്. നമുക്കറിയാം, നിസ്കാരം എന്നത്, സ്വലാത്ത് എന്നതാണ് അതിൻ്റെ അറബിക് വേർഡ്. പ്രാർത്ഥന എന്നതാണ് ഭാഷാർത്ഥം. കേവലം ഒരു പ്രാർത്ഥനയല്ലല്ലോ നിസ്കാരം. അതിന് ചില നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് നിർവഹിക്കുമ്പോഴാണ് അത് സ്വീകാര്യമാകുന്നത്. ഇതുപോലെ തന്നെ നോമ്പ് കേവലം ഒരു ബ്രേക്കിംഗ്, ഒരു ഉപവാസമല്ലല്ലോ. ചുമ്മാ പട്ടിണി കിടന്നത് കൊണ്ട് നോമ്പാവില്ലല്ലോ. അതിന് ചില നിബന്ധനകളും നിയമങ്ങളും പാലിച്ച് ഉപവസിക്കണം. ഹജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒത്തിരി നിയമങ്ങളും നിബന്ധനകളും അടങ്ങിയ ഒരു ആരാധനയാണ് ഹജ്ജ്. ഈ നിയമങ്ങളും വാജിബാത്തുകളും ശുറൂത്തുകളും പാലിച്ചില്ലെങ്കിൽ പണവും അധ്വാനവും പാഴായിപ്പോകും എന്ന് നമുക്കറിവുള്ളതാണ് ഹജ്ജിൻ്റെ കാര്യത്തിൽ. ഇതേ പ്രകാരമാണ് സക്കാത്തിൻ്റെ കാര്യവും. ചുമ്മാ അത് പാവങ്ങൾക്കാണ്ട് കൊടുക്കലോടുകൂടെ സക്കാത്ത് വീടുകയോ ഉത്തരവാദിത്തം നിറവേറ്റിയവർ ആവുകയോ ചെയ്യില്ല. അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ കയറൂല. നമ്മൾ ഒരാളെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കണമെങ്കിൽ കൃത്യമായ ആ നമ്പറിൽ
ആ കൃത്യമായ രീതിയിൽ ഇട്ടില്ലെങ്കിൽ ആ അക്കൗണ്ടിൽ കയറൂലല്ലോ. ഇതുപോലെ സക്കാത്തിന്റെ കാര്യത്തിലും കണിശമായ കൃത്യമായ ചില നിയമങ്ങൾ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വേണം സക്കാത്ത് കൊടുത്തു വീട്ടാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്, അൽ മുഅ്തദി ഫി സ്വദഖതി കമാനിഇഹ. ഇമാം അബൂ ദാവൂദ് സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു, അൽ മുഅ്തദി ഫി സ്വദഖതി, സക്കാത്തിന്റെ കാര്യത്തിൽ പരിധി വിടുന്ന ആളുകൾ. പരിധി വിടുക എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നിത്യാദി കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ചുമ്മാ കൊടുക്കുന്ന ആൾ, അത് സക്കാത്തിന്റെ കാര്യത്തിൽ പരിധി ലംഘിക്കുന്നവരാണ്. അൽ മുഅ്തദി ഫി സ്വദഖതി, സ്വദഖ ഇവിടെ പറഞ്ഞ സ്വദഖ സക്കാത്താണ്. സക്കാത്തിൽ പരിധി വിട്ട് കടക്കുന്നവർ. കമാനിഇഹ, അത് നൽകാതെ പിടിച്ചു വെക്കുന്നവരെ പോലെയാണ്. കാര്യം കണക്ക് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, എവിടെ കൊടുത്തു, എത്ര കൊടുത്തു, എങ്ങനെ കൊടുത്തു, നിയത്ത് അതൊന്നും നോക്കാതെ അങ്ങോട്ട് കൊടുത്തു. എന്നാൽ കമാനിഇഹ, സക്കാത്ത് കൊടുക്കാതെ തടഞ്ഞു വെച്ചവനെ പോലെയാണ് അയാൾ എന്ന് വെച്ചാൽ അത് നിഷ്ഫലമായി പോകും, നിർവീര്യമായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയകമായി ചില കാര്യങ്ങൾ, എന്നൊരു വഴലല്ല, ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. ആദ്യമായി, ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സക്കാത്തിന്റെ അവകാശികളായിട്ട് ഉള്ളത്, ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയുടെ 60-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു കൃത്യമായി വ്യക്തമായി ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം ആ ആളുകള്, ആ ഗ്രൂപ്പിനെ, ആ വിഭാഗത്തെ എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞത്? ഇന്നമസ്സദഖാതു للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. 8 കൂട്ടരെ പറഞ്ഞു. ഇന്നമസ്സദഖാത്തു, അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും സക്കാത്തിന്റെ തുകകൾ, സ്വദഖാത്ത്, സക്കാത്തിന്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തുകകൾ ശേഷം പറയുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. അങ്ങനെയാണ് അർത്ഥം. ഇന്നമസ്സദഖാത്ത്. അറബി ഭാഷ പഠിച്ചവർക്കൊക്കെ അറിയാം, ഇന്നമ ആദ്യം പ്രയോഗിച്ചാൽ ഇങ്ങനെ അർത്ഥം വരിക. ഇന്നമ സ്വദഖാത്ത്, തീർച്ചയായിട്ടും സക്കാത്തിന്റെ വിഹിതം ശേഷം പറയുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാവൂ. ഈ എണ്ണി പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടല്ലോ, 8 ഗ്രൂപ്പിനെ ഈ ആയത്തിൽ പറഞ്ഞു, വിശദീകരിച്ചില്ല, ആയത്ത് ഓതിയിട്ടുള്ളൂ. ഈ വിഭാഗത്തിൽ പള്ളിയില്ല, മദ്രസയില്ല, ദർസില്ല, അറബി കോളേജില്ല, മതസംഘടനകളില്ല, പത്രമാധ്യമങ്ങളില്ല, TV ചാനലുകളില്ല. ആ മേഖലയൊന്നും അല്ലാഹു ഈ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ കാണാനില്ല. മഷിയിട്ട് തെരഞ്ഞാൽ പോലും അത് അതിൽ ഉൾപ്പെടുത്താനും കണ്ടെത്താനും സാധിക്കുകയില്ല. പള്ളിക്ക് പോലും കൊടുക്കാൻ പറ്റൂല. എന്താ അത്? പള്ളിയുടെ ഉടമസ്ഥനും മുതലാളിയാ. നിങ്ങൾ ബസറേക്ക് ഈത്തപ്പഴം കയറ്റണ്ട, ഭാരതപ്പുഴയ്ക്ക് മണലടിക്കണ്ട. പള്ളിന്റെ ഉടമക്കാരനും ഖനിയാണ്, ഏറ്റവും വലിയ മുതലാളിയാണ്. നേരെ മറിച്ച് പറഞ്ഞത് ജൂതന്മാരാണ്. ജൂതന്മാര് പറഞ്ഞു, ഇന്നല്ലാഹ ഫഖീർ വനഹ്നു അഗ്നിയാ. ജൂതന്മാരുടെ ജൽപ്പനം ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹ് പാവ,
നമ്മളാണ് മുതലാളിമാര് എന്ന്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ 8 വിഭാഗം അതിൽ ഒതുങ്ങണം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഏതാണ് ഈ 8 വിഭാഗം? നമുക്കൊന്ന് വിശദീകരിക്കാം. ആദ്യമായി അല്ലാഹു പറഞ്ഞത് ലിൽ ഫുഖറാ, ഫഖീറുമാര്. രണ്ടാമത് വൽ മസാക്കീൻ, മിസ്കീൻമാര്. എന്താണ് ഈ ഫഖീറും മിസ്കീനും? പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഫഖീറും മിസ്കീനും തമ്മിലുള്ള മാറ്റം? ഒക്കെ പാവങ്ങൾ എന്ന് പൊതുവെ പറഞ്ഞു പോരുന്നു എന്നല്ലാതെ എന്താ ഇവർ തമ്മിലുള്ള മാറ്റം, തിരിച്ചറിയാനുള്ള മാർഗം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ന്യായമായ സംശയമാണ്, എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ്, ഒരു വലിയ ഗഹനായ വിഷയമൊന്നല്ല, വളരെ സിമ്പിൾ മാറ്ററാണ്. ആരാണ് ഫഖീർ? ഖുർആൻ പറഞ്ഞ ഫുഖറായിൽ ഉൾപ്പെട്ട ഒരു ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാ? മലയാള ഭാഷയിൽ ഫഖീറിനൊരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പരമദരിദ്രൻ എന്ന് നമുക്ക് ഭാഷാന്തരം ചെയ്യാം. ഫഖീർ എന്ന് പറഞ്ഞാൽ പരമദരിദ്രൻ. അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ, ഫഖീർ എന്നാൽ, പരമദരിദ്രൻ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ വേലയോ കൂലിയോ ഒന്നും ഇല്ലാത്ത ആൾ. അയാളെ ശരീരത്തിനും മനസ്സിനും അനുയോജ്യമായ ജോലിയില്ല, കിട്ടാനില്ല, വരുമാനമില്ല. 10 രൂപ ആവശ്യമുള്ളിടത്ത് 10 പൈസ കയ്യിലില്ല, അല്ലെങ്കിൽ ഉണ്ട് 5 രൂപന്റെ താഴെ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളുകളാണ് ഫഖീർ എന്ന് പറഞ്ഞാൽ ഈ ടീമാണ് ഫുഖറാ. ഇവർ സക്കാത്തിന്റെ അവകാശികളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, വിയർപ്പിന്റെ അസുഖം ഉണ്ടായിട്ട് വീട്ടിൽ കയറിയിരിക്കുകയാണ്, ഒരു പണിക്കും അള്ളാന്റെ തൗഫീഖോട് കൂടി കക്ഷി പോവില്ല. അത്തരം ആളുകളെ പരിഗണിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കുഴിമടിയന്മാർക്കും അലസന്മാർക്കും പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയല്ല സക്കാത്ത്. പണിക്കൂല, സക്കാത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ അനുയോജ്യമായ തൊഴിൽ എന്ന് പറഞ്ഞാൽ റോഡ് പണി ഇപ്പൊ എല്ലാവർക്കും കിട്ടും അല്ലെ? കോൺട്രാക്ടർമാരെ സമീപിച്ചാൽ ഏതാൾക്കും ഇവന്റെ ശരീരം അതിന് അനുയോജ്യമല്ല, ഇവന് പറ്റുന്ന പണി കിട്ടാനില്ല എന്നർത്ഥം. ഇതാണ് ഫഖീർ. അനുയോജ്യമായ ജോലിയില്ല, കൂലിയില്ല, 10 പൈസയില്ല, അല്ലെങ്കിൽ ഇച്ചിരി എന്തോ ഉണ്ട്, ഒന്നും നടക്കണില്ല. ഇതാണ് ഫഖീർ. ഇത്തരം ഫുഖറാക്കൾ സക്കാത്തിന്റെ അർഹരാണ്. അവർക്ക് 50 രൂപ 100 രൂപ കൊടുത്തിട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല, അതൊന്നും സക്കാത്ത് ആവില്ല. ഒരു മുത്തമവ്വലായ തുക കൊടുക്കണം. അതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു തുക, അന്നത്തെ കണക്കിൽ ഒരു സുമാർ 500 രൂപ, എന്നാലല്ലേ ഒരു ദിവസം കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണത്തിന് 25 രൂപ 10 രൂപ, ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ അവിടെ പുറത്താരോ 5 രൂപ, അതൊക്കെ സക്കാത്തിൽ അത് പറ്റില്ല. മുത്തമവ്വലായ ഒരു തുക. അത് തന്നെ ഏറ്റവും അധികം നല്ലതെന്താണ്? ഒരു ഫഖീറിന് ആവശ്യമുള്ളത് നൽകി ആ ഫഖീറിന്റെ ലിസ്റ്റിൽ നിന്ന് അയാളെ രക്ഷപ്പെടാൻ സഹായിക്കലാണ് ഏറ്റവും നല്ലത്. എന്താ അവസ്ഥ? ഒരു തൊഴിലും ഇല്ല, വരുമാനവും ഇല്ല. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോ എന്നാ ജോലി ചെയ്യാൻ പറ്റും? പുറത്തേക്കൊന്ന് കടന്നാൽ കൊള്ളാന്നുണ്ട്. അതിനിപ്പോ കൂട്ടുകാരൻ വിളിച്ചേരുന്നു, 1 ലക്ഷം രൂപ വേണം ഒക്കെപ്പാടെ, ടിക്കറ്റും കടലാസും ഒക്കെപ്പാടെ. എന്നാലോ നിനക്കവിടെ ജോലി ഉണ്ടാവും. ആ 1 ലക്ഷം രൂപ സംഘടിപ്പിച്ചു കൊടുക്കുക. എന്നാ പിറ്റത്തെ വർഷം ഇവൻ സക്കാത്ത് മേടിക്കല്ല, കൊടുക്കുന്ന ആളായി മാറും. ഇല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ വർഷമെങ്കിലും. ഇപ്പൊ എങ്ങനെയാ സിസ്റ്റം? ബിസ്മില്ലാ, ഫക്കീറിന് കൊടുക്കുക 500 റുപ്യ, അടുത്തെല്ലാം കൂട്ടി തരട്ടോ എന്നുവെച്ചത് തരാൻ ഞാൻ ഈ പരുവത്തിലും മേടിക്കാൻ നീ ആ പരുവത്തിലും വേണം എന്നുള്ള അർത്ഥത്തിൽ. അത് ശരിയാവില്ല. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല. ഫക്കീർ എന്നും ഫക്കീറായിട്ട് 25 കൊല്ലം മുമ്പ് ചക്കാത്ത് വാങ്ങാൻ തുടങ്ങിയത് എൻ്റെ അടുത്ത് എപ്പോഴും മേടിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അതിങ്ങനെ അച്ചാറ് തൊടുന്ന പോലെ തൊട്ട് തൊട്ട് പെരുന്നാൾ കഴിക്കാനേ ആ സാധുവിന് ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല നല്ലത്. സക്കാത്ത് വീടും ഉത്തമം എങ്ങനെയാണ്? ആ ഫുഖറാഇന്റെ വകുപ്പിൽ നിന്ന് ആ ആളെ റിലീസാകാൻ സഹായിക്കുക, അതിന് വേണ്ടത് കൊടുക്കുക. അല്ലെങ്കിൽ തൊഴിലുപകരണങ്ങൾ, നിനക്ക് എന്ത് തൊഴിലാ അറിയാം, ഏത് മേഖല അറിയാം, ആ മേഖലയിലേക്ക് അടുപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക. അങ്ങനെ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് നമ്പർ 1 ഫഖീർ. നമ്പർ 2
വൽ മസാക്കീൻ, 8 വിഭാഗത്തിൽ അള്ളാഹു ഇതൊക്കെ വിശദീകരിക്കാണ്ട് സമയമല്ല, കുറഞ്ഞ നേരെ നമുക്കുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു പോവാൻ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് മിസ്കീന്മാര്. എന്താ മിസ്കീൻ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമുക്ക് ആവശ്യക്കാരൻ എന്നോ അല്ലെങ്കിൽ സാമ്പത്തിക ടൈറ്റ് അനുഭവിക്കുന്ന ആളെന്നോ നമുക്ക് അതിനെ വിശദീകരിക്കാം, പറയാം. അത് വിശദീകരണം എങ്ങനെയാണ്? മിസ്കീൻ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ തൊഴിലുണ്ട്, മാന്യമായ സാലറിയുമുണ്ട്, കൂലിയും കിട്ടുന്നുണ്ട്, പക്ഷേ തന്റെ ആവശ്യത്തിന് അത് തികയുന്നില്ല. ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ പെടാപാട് പെട്ടുകൊണ്ടിരിക്കാൻ. 10 രൂപ ആവശ്യമുള്ളിടത്ത് ഒരു 6 ഉണ്ട്, അല്ലെങ്കിൽ 7 ഉണ്ട്. ഓരോ മാസവും 30%, 40% കടം, കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതാണ് മിസ്കിൻ. ജോലിയുണ്ട്, വരുമാനവുമുണ്ട്, പക്ഷേ ആവശ്യത്തിന് തികയുന്നില്ല. എന്തുകൊണ്ട് തികയുന്നില്ല? വൃദ്ധരായ മാതാപിതാക്കളുടെ ചികിത്സ, ഭാര്യയുടെ അസുഖം, കുട്ടികളുടെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ വലിയ ഒരു ഫാമിലിയെ താങ്ങണം. അനിയൻ മരിച്ചു പോയിട്ടുണ്ട്, ആ അനിയന് 3 മക്കളും കെട്ടിയോളും ഉണ്ട്, അതും തലേല. ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് അത് പോറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ആവശ്യത്തിന് തികയാത്ത സാഹചര്യം. ജോലിയും വേലയും കൂലിയുമുണ്ട് എങ്കിലും ആവശ്യം നടക്കാത്ത സാഹചര്യമുള്ളവൻ, അത്തരക്കാരാണ് മിസ്കീന്മാര്. ഇവിടെയൊന്ന് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഭാഗത്തെ പ്രത്യേകം പരിഗണിക്കണം. കാരണം ഇവരിൽ മഹാഭൂരിഭാഗവും പുഞ്ചിരിക്കുന്ന മുഖവുമായി, വൃത്തിയുള്ള വസ്ത്രവുമായി, തന്റെ ഇല്ലായ്മയും യാതനയും പ്രയാസവും ക്ലേശങ്ങളും ടൈറ്റുകളും ഒരു പടപ്പിനോടും പങ്കുവെക്കാതെ ആ വേദന അല്ലാഹുവിനോട് മാത്രം പറഞ്ഞ് അഭിമാനികളായി ജീവിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ ഭൂരിഭാഗവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്, ഖുർആനും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വിഭാഗത്തെ മിസ്കീന്മാരെ. എന്താ റസൂലുള്ള പറഞ്ഞത്? ലൈസൽ മിസ്കീൻ അല്ലദീ യതൂഫു അലന്നാസ്. നിങ്ങൾ വിചാരിക്കും പോലുള്ള ആളല്ല മിസ്കീന്. ലൈസൽ മിസ്കീൻ, മിസ്കീനല്ല. അല്ലദീ യതൂഫു അലന്നാസ്, ജനങ്ങളുടെ മുന്നിൽ ബക്കറ്റ് വെച്ച് ചുറ്റിക്കറങ്ങുന്ന ആളല്ല, കൈനീട്ടി യാചിച്ച് നടക്കുന്ന ആളല്ല. ഒരു ഈന്തപ്പഴമോ ഒരു നേരത്തെ ആഹാരമോ 10 രൂപയോ 20 രൂപയോ മേടിച്ചു പോകുന്ന ആളല്ല മിസ്കീന്. വലാകിനിൽ മിസ്കീൻ, പിന്നാരാ മിസ്കീൻ? അല്ലദീ ലാ യജിദു ഗിനൻ യുഗ്നീഹി. തനിക്ക് ജീവിക്കാൻ വേണ്ടത്, തന്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടത് ലഭ്യമാകാത്ത ആളാണ് മിസ്കീന്. ലാ യുഫ്തനു ബിഹി ഫയുതസദ്ദഖു അലൈഹി. ഈ ആളെ തിരിച്ചറിയാനും കഴിയൂല. ഫക്കീറിന്റെ ലിബാസ് കണ്ട്, അവന്റെ നാക്കിന്റെ ഭാഷ കണ്ട്, അവന്റെ ബോഡി ലാംഗ്വേജ് കണ്ട് അവനൊരു ആവശ്യക്കാരനാണെന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോ റസൂല് പറയാണ് മിസ്കീന് ലാ യുഫ്തനു ബിഹി. അവന്റെ ആവശ്യവും ടൈറ്റും തിരിച്ചറിയാൻ പറ്റൂല. തിരിച്ചറിഞ്ഞാൽ ഫയുതസദ്ദഖു അലൈഹി, പലരും അയാൾക്ക് സക്കാത്ത് കൊടുക്കുമായിരുന്നേനെ. ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വലാ യസ്അലുന്നാസ ശൈആ, ഒരാളോടും തന്റെ ഇല്ലായ്മ ഒരു മനുഷ്യനോടും പങ്കുവെക്കാത്ത ആളാണ് യഥാർത്ഥത്തിൽ മിസ്കീന്. ഈ മിസ്കീനിനെ നിങ്ങൾ പരിഗണിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ വിഭാഗത്തെ അല്ലാഹു ആശീർവദിച്ചിട്ടുണ്ട്, വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിനത് തഅഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂനൻ നാസ ഇൽഹാഫാ. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ. അയാളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത ആൾക്കാർ തെറ്റിദ്ധരിക്കും, അഗ്നിയാ, ഓൻ പണക്കാരനല്ലേ. എന്താ കാരണം? വൃത്തിയുള്ള ഡ്രസ്സാട്ടേക്കണത്,
അവന്റെ മുഖത്തൊരു ക്ഷീണില്ല. അവന് വന്ന വണ്ടിയും ഒരു ആവറേജ് വണ്ടിയാണ്, ഡീസന്റ് ആയിട്ടാണ് നടക്കണേ. കാണുന്ന അറിയാത്ത ആളുകൾ തെറ്റിദ്ധരിക്കും ഇവനൊരു ലക്ഷപ്രഭുവോ കോടീശ്വരനോ ആണ് എന്ന്, അഗ്നിയായിൽപ്പെട്ട ആളാണെന്ന് തെറ്റിദ്ധരിക്കും. ഈ മനുഷ്യന്റെ മാന്യത കണ്ടിട്ട് മാന്യതയോടെ ജീവിക്കുകയാണ് ഇല്ലായ്മയിലും. ആ മാന്യതയോടെ ജീവിക്കുന്ന കാരണത്താൽ ആർക്കും തിരിച്ചറിയാനാവില്ല. തഅരിഫുഹും ബിസീമാഹും, എന്നാൽ ചില അടയാളങ്ങളിലൂടെ അവരെ മനസ്സിലാക്കാൻ പറ്റും. കഠിനാധ്വാനം, ഓഫീസിൽ 5 മണി വരെ, പിന്നെ പപ്പടം വിൽക്കാൻ പോണു. അതെന്താ എങ്ങാതിയെ തരണില്ല. ചില അടയാളങ്ങൾ, കഠിനാധ്വാനം പോലത്തെ ചില അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ലാ യസ്അലൂനൻ നാസ ഇൽഹാഫാ. പരിശുദ്ധ ഖുർആൻ ഒരാളോടും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട്, നാണം കെടാൻ പറ്റൂല എന്നുള്ള ഉള്ളിലിരിപ്പ് കൊണ്ട് ഒരാളോടും ഈ ടീം ചോദിക്കൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പള്ളിയിൽ വരുന്നുണ്ട് ആ 2ാം ഗ്രൂപ്പിൽപ്പെട്ട പലരും. എനിക്ക് ഈ നാടിനെ കുറിച്ച് നിങ്ങൾക്കറിയുന്നത് പോലെ അറിയില്ല. ഞാൻ ആ റൂമിലിരിക്കുന്ന ആളാണ്. വല്ല മരണോ കല്യാണോ അടിയന്തരം ഉണ്ടെങ്കിലേ ഞാൻ പുറത്തിറങ്ങലുള്ളൂ. പിന്നെ എന്റെ റൂമിൽ വന്ന് പരിചയപ്പെടുന്നവരെ എനിക്കറിയുള്ളൂ. എന്നിട്ട് മലപ്പുറത്തുനിന്ന് വണ്ടി കയറി വന്ന എനിക്കറിയാം ഈ 2ാം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഈ പള്ളിയിൽ വരുന്നുണ്ട്. മുഖത്ത് ചിരിയുണ്ട്, ഡ്രസ്സ് നല്ലതാണ്, പക്ഷേ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ പറ്റാതെ, ആരോടും സങ്കടം പറയാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന സഹോദരന്മാർ എന്റെ അറിവിൽ ഈ പള്ളിയിൽ വരുന്നവരുണ്ട്. അവരെ പരിഗണിക്കണേ. കാരണം എന്താ അറിയോ, ആ ഫക്കീറായ മമ്മാലി അവനെല്ലാരും കൊടുക്കും. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എല്ലാ ദിശയും ജമാഅത്തിലുള്ള എല്ലാ ബ്ലോക്കിലുള്ള ആള് ഈ മമ്മാലിക്ക് കൊടുക്കും. കാരണം എന്താ, അയാൾ ഇല്ലാത്ത ആളാന്ന് എല്ലാവർക്കും അറിയാം. ഈ സാധുവിന് ഒരു സഹായം കിട്ടൂല. കിട്ടുമോ? ആ മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരും ആ മനുഷ്യനെ സഹായിക്കാനില്ല. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, ഇത്തരത്തിലുള്ള മിസ്കീന്മാരെ നിങ്ങൾ പരിഗണിച്ചേ പറ്റൂ, അവർക്ക് നിങ്ങൾ നൽകണമെന്ന് അള്ളാഹുവും റസൂലും പറയുന്നു. അവർക്ക് കൊടുക്കുമ്പോ, നിസ്കരിക്കാൻ വരുമ്പോ മമ്മൂ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തരുത്. ഇത് മേടിക്കാൻ നിൽക്കുന്നവർക്ക് പരസ്യമായിട്ട് കൊടുത്തോ കുഴപ്പമില്ല, അവർക്ക് വിഷയമല്ല. ഈ മനുഷ്യനിത് ആരോടും പറയാതെ സ്വകാര്യമായിട്ട് തന്നെ കൊടുത്തിട്ട് സക്കാത്ത് കൊടുക്കുക. ഇതാണ് മിസ്കീൻ. ജോലിയും കൂലിയൊക്കെ ഉണ്ട്, നടക്കണില്ല. അത്ര ഭാരിച്ച ചെലവുകളുണ്ട് മിസ്കീൻ. മൂന്നാമതായി, ഇതൊക്കെ കുറെ പറയാണ്ട് കേട്ടോ, ഇതിൽ ആയത്തും ഹദീസൊക്കെ കണ്ടമാനുണ്ട്, സമയമില്ല. മൂന്നാമത്തേത് വൽആമിലീന അലൈഹാ, സക്കാത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ, സക്കാത്തിന്റെ എഴുത്തുകുത്ത് നടത്തുന്ന, അതിന്റെ സമാഹരണം നടത്തുന്ന, വിതരണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക ഭരണാധികാരി നിയമിക്കുന്ന സക്കാത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ. ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇസ്ലാമിക ഭരണമല്ല. അതുകൊണ്ട് ഈ മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് ഇല്ല. ആമിലീന അലൈഹ. അത് പോട്ടെ. പിന്നെ നാലാമതായി വൽ മുഅല്ലഫതി ഖുലൂബുഹും, പുതുവിശ്വാസികൾ, ഇസ്ലാമിലേക്ക് സമീപകാലത്ത് കടന്നു വന്ന ആളാ, ആഴത്തിൽ ഇസ്ലാമിനെ പഠിച്ചറിഞ്ഞിട്ടില്ല, നന്നായിട്ട് സ്റ്റാൻഡ് ഇങ്ങോട്ട് ഉറച്ചിട്ടില്ല, പുതിയ മുസ്ലിമാണ്. അദ്ദേഹം സാമ്പത്തികമായി പ്രതിസന്ധിയിലായാൽ വിശ്വാസത്തിൽ ചാഞ്ചാട്ടമുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. സക്കാത്തിന് അർഹനാണ്. പിന്നെപ്പോ വീടും കുടുംബവും എല്ലാം ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്ന ആളാണെങ്കിൽ ആള് ഫക്കീറോ മിസ്കീനോ ആകും. ആ വകുപ്പിലും തീർച്ചയായിട്ടും അവരെ സഹായിക്കേണ്ടതാണ്. അപ്പൊ നാലാമത്തെ മുഅല്ലഫത്ത് ഖുലൂബ്. അഞ്ചാമത്തേത് വഫിർ റിഖാബ്. ഈ പുതുവിശ്വാസികൾ വിരളമായിട്ട് കാണും കേട്ടോ. നാലാമത്തെ ഗ്രൂപ്പ് കാണും, അവർക്ക് കൊടുക്കാം. അഞ്ചാമത്തേത് വഫിർ റിഖാബ്, മോചനപത്രം എഴുതപ്പെട്ട അടിമ. ഒരു ഉടമ അടിമയോട് പറഞ്ഞു, ഇന്ന ദിവസത്തിനകം നിശ്ചിത തുക നീ എനിക്ക് തന്നാൽ ഞാൻ നിന്നെ മോചിപ്പിച്ച് കളയാം, നിനക്ക് സ്വതന്ത്രനായി ജീവിക്കാം, പിന്നെ നീ അടിമയല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അടിമത്വത്തെ നിരാകരിക്കുന്നു.
അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു അടിമ സ്വതന്ത്രനാകുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് കുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് പോലും പരിഹാരമായിട്ട് പോലും അടിമയെ മോചിപ്പിക്കാനാണ് അള്ളാഹു റസൂലും പറഞ്ഞത്. ഇങ്ങനെയുള്ള ആ ആൾക്ക് സക്കാത്ത് കൊടുക്കുക. അടിമത്ത സമ്പ്രദായം നിലവിലില്ലാത്ത ലോകത്ത് ഈ അഞ്ചാമത്തെ ഗ്രൂപ്പും ഇല്ല. ആറാമത്തെ ഗ്രൂപ്പ് വൽഗാരിമീന, കടം കൊണ്ട് വലഞ്ഞവർ, കടബാധ്യതയുള്ളവർ എന്ന് വെച്ചാൽ ഹലാലായ ആവശ്യങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾക്ക് കടം വാങ്ങി വീട്ടാനാകുന്നില്ല, കടക്കെണിയിൽ ലോക്കാണ്, അവർക്ക് സക്കാത്തിന് അർഹതയുണ്ട്. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ചുമ്മാ പലിശക്ക് പൈസ എടുക്കണ പണിയാ. കടം സംഗതി തന്നെയാണ്, പക്ഷെ പലിശക്ക് കടം മേടിക്കണ പണിയാ ഈ ആൾക്ക്. ആ പണി അങ്ങനെ തുടരാണ്, അവനെ സക്കാത്തിന് പരിഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പലിശ സമ്പ്രദായത്തിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയും അല്ല സക്കാത്ത്. അത് സക്കാത്ത് കിട്ടുമല്ലോ, നമുക്ക് ആ അണ്ണാച്ചിന്റെ അടുത്ത് വട്ടിക്കെടുക്കാൻ, അത് ശരിയാവില്ല. എന്നാൽ പലിശ കൊണ്ട് തന്നെയാണ് ആള് കടക്കണിയിൽ പെട്ട് കിടക്കണത്. ഇവനൊന്ന് തൗബ ചെയ്യണം. പടച്ചോനെ ഇനി ഈ കുരുക്കുന്ന രക്ഷപ്പെടണല്ലോ, അവനെ സഹായിക്കാം. മേലില്ല വഴിക്ക് പോകരുത്, സംഗതി നീ പലിശ കൊണ്ടാണ് പെട്ടേക്കുന്നത്, ഇനി പോകരുത് എന്നുള്ള ഡിമാൻഡോട് കൂടി സഹായിക്കാം. ആൾ ആ പണി തന്നെ തുടരുകയാണെങ്കിൽ പിന്നെ ഒരു തിന്മക്ക് സഹായം ചെയ്യൽ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ അവഗണിക്കുകയാണ് വേണ്ടത്. വൽഗാരിമീൻ, 6 കടം ഉള്ള ആളുകൾ. 7ാമത്തെ ആള് വഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ള. അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞിടത്ത് മുഫസ്സിറുകളൊക്കെ, ഖുർആൻ വ്യാഖ്യാനിച്ച ഇമാമുകളൊക്കെ, പൗരാണിക മുഫസ്സിറുകളൊക്കെ അതിന് പറഞ്ഞത് അൽ ഖായിമീന ബിൽ ജിഹാദി, ഇസ്ലാമിക യുദ്ധങ്ങളിൽ പങ്കാളിയാകുന്ന യോദ്ധാവ്, അൽ ഖുസാത്തു യോദ്ധാക്കൾ, അവര് മറ്റു വരുമാന മാർഗമില്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി പടച്ചട്ട കെട്ടിയ പട്ടാളക്കാരന് തീർച്ചയായും സക്കാത്തിന്റെ അർഹത ഉണ്ട്. ഇവിടെ ഇസ്ലാമിക രാജ്യമോ ഇപ്പോൾ അങ്ങനത്തെ ഒരു ജിഹാദോ ഇല്ലാത്തത് കൊണ്ട് ഈ ഗ്രൂപ്പും ഇല്ല. 8ാമത്തെ ഗ്രൂപ്പ് വബിനിസബീൽ, വഴിമുട്ടിയ യാത്രക്കാർ. ഒരു യാത്രക്കാരൻ മുന്നോട്ട് പോകാൻ ഗതിയില്ലാതെ മുട്ടി, അത് ഏത് നാട്ടിൽ നിന്ന് വന്ന ആളാണെങ്കിലും അയാളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും യാത്രയിൽ സഹായിക്കാനും മുബാഹായ അനുവദനീയമായ യാത്രയാണെങ്കിൽ ആ യാത്രക്കാരനും സക്കാത്ത് കൊടുക്കാം. ഇവിടെ 8 ഗ്രൂപ്പിനെ പറഞ്ഞു. അതില് ഇന്ത്യൻ സാഹചര്യത്തിൽ 5 ഗ്രൂപ്പേ ഉള്ളൂ. ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്, മുഅല്ലഫത്തുൽ ഖുലൂബുണ്ട്, കടക്കാരനുണ്ട്, പിന്നാരുണ്ട്, യാത്രക്കാരുമുണ്ട്. 3 ഗ്രൂപ്പ് ഔട്ടാണ്. മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഫലാ യജൂസു സർഫുഹ ലിഗൈരി ഹൗലായി, ഈ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ വീടൂല. അള്ളത്ര കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് അതിനപ്പുറത്തേക്ക് നൽകാൻ പാടില്ല, അത് അനുവദനീയമല്ല എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ആ ആയത്തിന്റെ താഴെ എഴുതി വെച്ചതായിട്ട് കാണാം. 8 ഗ്രൂപ്പായി. ഇനി 8 ഗ്രൂപ്പിൽ നിന്നും അവകാശികളിൽ നിന്ന് തന്നെ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 5 ഗ്രൂപ്പിനെ കിട്ടാം, അല്ലെങ്കിൽ 3 ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെ, 2 ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഇവരിൽ നിന്നു തന്നെ പ്രത്യേകം പ്രാമുഖ്യം കാണിക്കേണ്ട, പരിഗണിക്കേണ്ടുന്ന ചിലരുണ്ട്. അതേതാ? 1, ദീനും സത്യസന്ധതയുള്ളൊരു ഫക്കീറുണ്ട്. കള്ളുടിച്ചടക്കുന്ന ഒരു ഫക്കീറുണ്ട്. കള്ളു കുടിച്ച് നടക്കുന്ന ഫക്കീറിന് കൊടുത്താലും വീടും. പക്ഷെ ഒരു പ്രാമുഖ്യം, സത്യസന്ധനായ ധർമ്മനിഷ്ഠയുള്ള ഭക്തനായ ഫക്കീറിന് ഒരു പരിഗണന കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅകുൽ ഇല്ലാ തുആമ തഖിയ്യിൻ വലാ യഅകുലു തുആമക ഇല്ലാ തഖിയ്യുൻ. നീ ഒരാളുടെ ഭക്ഷണമോ പണമോ സ്വീകരിക്കുകയാണെങ്കിൽ പരമാവധി നല്ല ആളിൽ നിന്ന് സ്വീകരിക്കാൻ ശ്രമിക്കുക. കാരണം പരിശുദ്ധമായത് നിന്റെ വയറ്റിൽ പോട്ടെ, പരിശുദ്ധമായ ആ ധനം നിന്റെ പോക്കറ്റിൽ വരട്ടെ. തഖിയിൽ നിന്ന് മാത്രം നീ സ്വീകരിക്കുക. അതുപോലെ വലാ യഅകുലു തുആമക ഇല്ലാ തഖിയ്യുൻ, നീ ആഹാരം കൊടുക്കുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും സ്വതക്ക കൊടുക്കുമ്പോഴും ഭക്തനെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക. അതെന്തിനാണ്? നീ ആ ചോറ് കൊടുത്തിട്ട് കിട്ടുന്ന എനർജി നന്മകളായി വിടരാൻ, പുണ്യങ്ങളായി പൂത്തുല്ലസിക്കാൻ. നീ കൊടുക്കുന്ന സക്കാത്തിന്റെ വിഹിതം
അള്ളാഹു തൃപ്തിപ്പെട്ട മേഖലകളിൽ വിനിയോഗിക്കപ്പെടാൻ സഹായകമാകും. അതുകൊണ്ട് തന്നെ ദീനുള്ളവരെ പരിഗണിക്കുക എന്ന് വെച്ച് ഒരു മദ്യപാനിയുണ്ട്, അദ്ദേഹത്തിന്റെ കെട്ടിയോളും മക്കളും ആകെ ദുരിതത്തിലാണ്. ഈ പഹയൻ ഇങ്ങനെ കുടിച്ച് കൂത്താടി നടന്ന കാരണം ഓൻ കള്ളുടിച്ചടന്നുകൊണ്ടല്ല കൊടുക്കാൻ പാടില്ല. അവരെന്ത് തെറ്റി? അവർക്ക് എന്ത് തെറ്റുപറ്റി? അവരെ ചേർത്ത് പിടിക്കണം ആ കുടുംബത്തെ. അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തെ, ഇപ്പൊ ഞാൻ പറഞ്ഞു പോകുമ്പോ ഇതിൽ തെറ്റിദ്ധരിക്കണ്ടെന്ന് കരുതിയിട്ടാ ആ കള്ളുടിയനല്ല ആ വീട്ടിൽ കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. നിരപരാധികളായ ആ കുടുംബത്തെ തീർച്ചയായിട്ടും മാനിക്കണം. ഇനി കള്ളുടിയൻ മമ്മാലിയെ തന്നെ വിളിച്ചിട്ട് പറയാ സക്കാത്തിന്റെ കുറച്ച് ഫണ്ടുണ്ട്, ഈ ഉഡായിപ്പൊക്കെ ഒന്ന് നിർത്തുവോ, പള്ളിയിലേക്കൊക്കെ ഒന്ന് വരാൻ തയ്യാറുണ്ടോ? ആ റൂട്ടിലും ഇത് കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റുമെങ്കിൽ അവിടെ അത് പ്രയോഗിക്കുന്നത് നല്ലതാണ്. അപ്പൊ ദീനുള്ളവരെ പ്രത്യേകം പരിഗണിക്കാൻ. നമ്പർ 1. നമ്പർ 2, കൂട്ടുകുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം. പലരും ചോദിച്ച ചോദ്യമാണ്, ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, കൊടുക്കണം, അവരെ പരിഗണിക്കണമെന്നാണ് ദീനുൽ ഇസ്ലാം പറയുന്നത്. രക്തബന്ധുക്കളെ പരിഗണിക്കണം. അവരിൽ ഫക്കീറന്മാരും മിസ്കീന്മാരും കടക്കാരുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പരിഗണന, പ്രാമുഖ്യം അവർക്ക് കൊടുക്കണം. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്തവരുമുണ്ട്. അതാരാണ്? അസുലും ഫറും സൗജും. അസുൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, അവരെ നമുക്ക് സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. അതാണ് അസല്. മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഫറ്, മക്കൾക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല, ഭാര്യയ്ക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇതാണ് സക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്ത കുടുംബം. പിന്നെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ? സ്വന്തം പെങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? സ്വന്തം ഇക്കാക്കും അനിയനും കൊടുക്കാൻ പറ്റുമോ? പറ്റും. അവിടെ ഒരു എതിർപ്പ്, ഒരു ഭിന്നാഭിപ്രായം ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഒരിടത്ത് മാത്രമാണ്. തൻ്റെ സംരക്ഷണത്തിലാണ് പെങ്ങളുട്ടിയുള്ളത്. വാപ്പ മരിച്ചുപോയി, കല്യാണമൊന്നും കഴിയാത്ത പെങ്ങളുട്ടി കൊച്ച് എൻ്റെ മക്കളെ കൂടെ ജീവിക്കുകയാണ്, അത് എൻ്റെ ആശ്രിതരുടെ കൂട്ടത്തിലാണ്. ആ കൊച്ചിന് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരുണ്ട്. കാരണം അതിനെ നോക്കേണ്ട ബാധ്യത ഈ ആങ്ങളക്കാണ്, കൈ ഒടിച്ചു കൊടുക്കുവോളോ. എന്നാൽ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചു വിട്ടാലോ പിന്നെ സക്കാത്ത് കൊടുക്കാം. അളിയനും ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ മാറി താമസിച്ചു, കല്യാണം ചെയ്തു വിട്ടു, അത്തരം രംഗങ്ങളിൽ തീർച്ചയായിട്ടും സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവരുടെ മക്കൾക്കുമൊക്കെ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഒരു എതിരഭിപ്രായമുള്ളത് കൂടെ നിൽക്കുന്ന പെങ്ങള്, കൂടെ നിൽക്കുന്ന കൊച്ചനിയൻ, തന്റെ മക്കളെ കൂടെ ആശ്രിതരെ പോലെ നിൽക്കുന്ന, അവിടെ മാത്രമേ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്നാൽ അവിടെ കൊടുത്ത വീടെന്ന് പറയുന്ന ഇമാമികളുണ്ട്. പക്ഷെ കല്യാണം കഴിച്ചു വിട്ടു, മാറി താമസിച്ചു, പെങ്ങൾക്ക് കൊടുക്കാം, അളിയന് കൊടുക്കാം, അനിയത്തിക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ എന്തുണ്ട്? അവർ അർഹരായിരിക്കണം, ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. ഇതുപോലെ തന്നെ പിതൃ സഹോദരന്മാർ സഹോദരികൾ, ഉപ്പാന്റെ ചേട്ടൻ അനിയന്മാർ, ചേട്ടത്തി അനിയത്തിമാർ, ഹാലാത്തുകൾ, ഉമ്മാന്റെ ചേട്ടൻ അനിയന്മാര്, ചേട്ടത്തി അനിയത്തിമാര്, അവരെ മക്കള്, ഇവർക്കൊക്കെ കൊടുക്കാന്നല്ല, പരിഗണിക്കണം. ഇങ്ങനെയുള്ള കുടുംബത്തിൽ ബ്ലഡ് റിലേഷനിൽ അർഹരുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അസ്വദഖത്തു ഫിൽ മിസ്കീനി സ്വദഖത്തുൻ. ഒരു മിസ്കീനോ ഫക്കീറിനോ സക്കാത്ത് കൊടുത്താൽ അത് സക്കാത്താണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വസിർ റഹ്മി, കുടുംബക്കാരന് സക്കാത്ത് കൊടുത്താൽ ഫഹുവ സ്വദഖത്തുൻ വസ്വിലത്തുൻ, അവിടെ ഇരട്ടി പ്രതിഫലം. അവിടെ സക്കാത്തും നടന്നു, സിലത്തുർ റഹ്മും നടന്നു. കുടുംബം ചേർത്ത് പിടിക്കുക, അതൊരു വലിയ പുണ്യമുള്ള അമലാണ്, അല്ലാഹ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഹസനത്താൻ. അപ്പൊ ഈ ഒരു സക്കാത്ത് വീടുകയും ചെയ്യും, അതോടൊപ്പം കുടുംബത്തെ ചേർത്ത് പിടിച്ചതിന്റെ ഇരട്ട പ്രതിഫലം ലഭിക്കാൻ കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അലിയാർ തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഒരു ദിർഹം, ഒരു വെള്ളി രൂപ എന്റെ കുടുംബക്കാർക്ക് ദാനം ചെയ്യുന്നത് പുറത്ത് 20 വെള്ളി രൂപ ദാനം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ്. അലി റളിയല്ലാഹു അൻഹു പറയാൻ. ഇത് കേട്ടിട്ട് ഒക്കെ കുടുംബത്തിൽ കൊടുക്കണം എന്നല്ല ഈ പറയുന്നത് കേട്ടോ. കുടുംബത്തെ അവഗണിക്കരുത്, അത് കുടുംബക്കാരല്ലേ എന്നും പറഞ്ഞിട്ട് അവഗണിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി വിതരണ രീതി, എങ്ങനെ ഇത് കൊടുക്കുക, എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും, വലിയ ചർച്ചയെന്ന് നോമ്പിന്റെ മുമ്പ് മീഡിയകളിൽ തല്ലായിരുന്നു സക്കാത്ത് വിതരണവുമായി ബന്ധപ്പെട്ട്.
കുറെ ഇമ്മിണി വലിയ മൗലവിമാര് വായി തോന്നിയ ഒക്കെ വിളിച്ചറിയും ചെയ്യാം, പ്രമാണത്തിൽ ഇല്ലാത്തതൊക്കെ വിളിച്ചു പറയാ. 3 രൂപമാണ് ദീനുൽ ഇസ്ലാം പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ ഷാഫി മുസല്ലയാണ്, ഇവിടുത്തെ ഭരണഘടന ഷാഫി വീക്ഷണ പ്രകാരം. പുറത്ത് പലരും പലതും വ്യാഖ്യാനിക്കുന്നുണ്ടാവും, പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ടാവും. അതിന്റെ ഗുണദോഷങ്ങൾ അവരും അള്ളിയും തമ്മിലായിക്കോട്ടെ, ഞാൻ അവരെ തിരുത്താനോ ഉപദേശിക്കാനോ ഇല്ല, അവരിഷ്ടം പോലെ ചെയ്തോട്ടെ. കാരണം ചാനൽ നടത്താൻ സക്കാത്ത് വാങ്ങുക, പത്രം നടത്താൻ, പത്രം കടത്തിലാണ് അതിന് സക്കാത്ത് വാങ്ങുക. പൊന്നാര ചങ്ങായിമാരെ, ഈ ഇന്ത്യ രാജ്യത്തൊരു പത്രം റൺ ചെയ്യണമെങ്കിൽ ഗീബത്തും നമീമത്തും ഏഷണിയും പരദൂഷണവും ഇല്ല അതൊരു പത്രം ജയിക്കൂല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ഏത് പത്രത്തിനാ ജയിക്കാൻ പറ്റുക? ഏത് സമസ്തയുടെ പേരാണെങ്കിലും ഇസ്ലാമിന്റെ സംഘടനയാണെങ്കിലും ശരി, പത്രം നടത്തുന്നുണ്ടോ? ഈ ഇന്ത്യ രാജ്യമാണോ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യേണ്ടി വരും, അവിടെ ഈ വക സംഗതിയൊക്കെ നടത്തേണ്ടി വരും. അതിന് സക്കാത്ത് കൊടുക്കുക പറഞ്ഞാൽ എന്താ തെളിവ്? ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ഖുർആനിലുണ്ട്, അള്ളാന്റെ മാർഗത്തിലാണ് ഈ പത്രപ്രവർത്തനം. ആയിക്കോട്ടെ ചങ്ങാതെ, നമുക്ക് അതിൽ വിരോധമല്ല. നമ്മളെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വകുപ്പ് അതിനില്ല, ഒരു വകുപ്പ് അതിനില്ല. എങ്ങനെ അത് വിതരണം ചെയ്യേണ്ടത്? 3 രൂപമാണ് പറയുന്നത്. ഒന്ന്, സ്വന്തമായി തന്റെ സമ്പത്ത് കണക്ക് കൂട്ടി അതിന്റെ സക്കാത്തിന്റെ വിഹിതം കണക്ക് കൂട്ടി അവകാശികളെ തേടിച്ചെന്ന് സ്വന്തമായിട്ട് കൊടുക്കുക. ഒന്ന്, ഇതാ നല്ലത്. ആരെ വിശ്വസിക്കുക? ഇത് നല്ലത് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നതല്ല, മഹാന്മാരായ ഇമാമിയങ്ങള് കൃത്യമായി, ഇമാം നവവി റഹിമഹുല്ല മജ്മൂഇൽ ശറഹുൽ മുഹദ്ദബിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇസ്ലാമിക ഭരണം ഉള്ളിടത്താണെങ്കിൽ പോലും ധനം 2 തരണ്ട്. മാലുൽ ലാഹിർ, മാലുൽ ബാത്തിൻ, പ്രത്യക്ഷ ധനം, കാണാൻ പറ്റുന്ന ധനം. മാലുൽ ബാത്തിൻ, രഹസ്യധനം. ഏതാ ഈ പ്രത്യക്ഷ ധനം? കൃഷിയിടങ്ങളിലെ വിളവുകൾ ആർക്കും കാണാം. വയലിൽ എന്തോരുണ്ട്, എന്തോരുണ്ടായിട്ടുണ്ട് വിളവ് ആർക്കും കാണാം. ഇത് പോക്കറ്റിലിട്ട് പൂഴ്ത്താൻ പറ്റൂല. അതുപോലെ കന്നുകാലികൾ, അതിനെ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുക്കാൻ പറ്റൂല. അത് മാലുൽ ലാഹിറാൻ, പ്രത്യക്ഷ ധനാൻ. അത് ഗവൺമെന്റിൽ അടക്കുകയാണ് നല്ലത്. മാലുൽ ബാത്തിൻ, സ്വർണം, വെള്ളി, കറൻസി, രൂപ, ഇതൊക്കെ മാലുൽ ബാത്തിനാണ്, സ്വകാര്യ ധനമാണ്. സ്വകാര്യ ധനത്തിൻ്റെത് ആ ധനത്തിന്റെ ഉടമക്കാരൻ സ്വന്തം വിതരണം ചെയ്യുന്നതാണ് ഉത്തമമെന്ന് രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന യഹ്യ ഇബ്നു ശറഫുൻ നവവി റഹിമഹുല്ലാ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇമ്മിണി വലിയ മൗലവി തലയിൽ തട്ടിട്ട് പറയുന്നത്, ജമാഅത്തായിട്ട് നിസ്കാരം, ജമാഅത്തായിട്ട് ഹജ്ജ്, ജമാഅത്തായിട്ട് സക്കാത്തുൻ. എവിടുന്ന് അത് വിളിച്ചു പറയുന്നത്? ഹജ്ജിന്റെ സമയം ഒന്നാണ്, അപ്പൊ എല്ലാവരും കൂടി ചെയ്യണം. വാങ്ക് വിളിച്ച എല്ലാ മുസ്ലിമീങ്ങൾക്കും സമയം ഒന്നാണ്. സക്കാത്തിന്റെ സമയം തന്നെ ഒന്നല്ലേ? എനിക്ക് നിർബന്ധമാകുന്ന സമയത്തല്ല നിങ്ങൾക്ക് നിർബന്ധമാകുക. ഈ കാക്കാക്ക് നിർബന്ധമാണ്, നേരത്തെ അപ്പുറത്താക്ക് പറഞ്ഞല്ലോ എപ്പോഴാ സക്കാത്ത് നിർബന്ധമാകാന്ന്? വർഷം പൂർത്തിയാകുമ്പോഴാ. പിന്നെ എങ്ങനെ ഈ ജമാഅത്ത് നിർബന്ധാക്കുന്നത് അല്ലെങ്കിൽ സുന്നത്താക്കുന്നത്? ഏതടിസ്ഥാനത്തിലത്? എന്ത് ലോജിക്ക് അതൊക്കെ പറയുന്നതിലുള്ളത്? മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലം ഇസ്ലാമിന്റെ ഭരണല്ലേ? മിമ്പറിൽ വെച്ച് ഇതുപോലത്തെ ഒരു വെള്ളിയാഴ്ച മൂന്നാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിനോട്, സഹാബാക്കളോട്, താബിഈകളോട് പ്രസംഗിച്ചു, അല്ലയോ കൂട്ടരെ, സക്കാത്ത് കൊടുക്കേണ്ട ഘട്ടം എത്തിയവരുണ്ടാവും നിങ്ങളെ കൂട്ടത്തില്. ആ കൂട്ടത്തിൽ സ്വകാര്യ ധനമുള്ള ആളുകൾ, ഓരോ വ്യക്തികളും അവരവരുടെ സക്കാത്തുകൾ കൊടുത്തു വീട്ടി അള്ളാഹുവിനോടുള്ള കടമ പൂർത്തീകരിക്കുക. ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണമുള്ള കാലത്ത്. എന്നിട്ട് ഇപ്പൊ ഈ കേരളത്തില്, ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മൂലയിലുള്ള സ്റ്റേറ്റിൽ, കേരളത്തിൽ എന്നൊരു മൗലവി പറയാണ് ഇത് ജമാഅത്തായിട്ട് തന്നെ വേണമെന്ന്. എവിടെ നോക്കിയിട്ട് അതൊക്കെ വിളിച്ചു പറയുന്നത്? അതുകൊണ്ട് ഒരാൾക്ക് അയാളുടെ സ്വത്തിന്റെ സക്കാത്തിന്റെ വിഹിതം കണക്ക് കൂട്ടി സ്വന്തം അവകാശികളെ കണ്ടെത്തി കൊടുക്കുക എന്നല്ല, അത് കൊടുക്കൽ അഫ്ളലാണ്, നല്ലതാണ് എന്ന് വരെ ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടു. രണ്ടാമത്തെ രൂപമാണ് ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ ആ രാഷ്ട്രം ഒരുക്കുന്ന സംവിധാനത്തിലൂടെ കൈകാര്യം ചെയ്യാം. ഇമാമ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവിടെ അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ കൊണ്ടുപോയിട്ട് അടക്കുക. ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ ആ ഗവൺമെന്റിനെ ഏൽപ്പിക്കുക. രണ്ടാമത്തെ രൂപം. അപ്പൊ ഇവിടെ ഇല്ലല്ലോ. മൂന്നാമത്തെ രൂപം ഒരു വ്യക്തിയെ വക്കാലത്താക്കുക. എന്നാ പിന്നെ കമ്മിറ്റീനാണ് വക്കാലത്താക്കിക്കൂടെ? സംഘടനയാണ് വക്കാലത്താക്കിക്കൂടെ? അത് പറ്റൂല. വശർത്തുൽ വക്കീലി തഅയീനുഹു,
വക്കീലിനൊരു നിബന്ധന ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? നിർണിത വ്യക്തിയാണ്. ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് ആര് ഏൽപ്പിക്കാം? ഈ ഇരിക്കണക്കാനോ ഏൽപ്പിക്കാം. ഒരു മോളുണ്ട് ഫാത്തിമ, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. കല്യാണത്തിന്റെ സമയമാകുമ്പോൾ ഇക്കന്നു അത് വരെ വരണേ, ഞാൻ വക്കാലത്ത് ഇക്കാക്ക തരും, ഒരു കുഴപ്പമില്ല, ഇക്കാക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറയാ ചന്തപ്പള്ളിയിലെ ജമാഅത്ത് കമ്മിറ്റിക്ക് ഞാൻ വക്കാലത്ത് തന്നു, അല്ലെങ്കിൽ നിങ്ങൾ മൂന്നിൽ ഒരാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂല. വക്കാലത്ത് നിർണിതമായ വ്യക്തിയെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. മുഅയ്യനായ വ്യക്തിയാണ്. ആ വ്യക്തിയെ എന്റെ സക്കാത്തിന്റെ വിഹിതാണ്, നിങ്ങൾ അർഹരെ കണ്ടെത്തിയിട്ട് കൊടുക്കണേന്ന് പറഞ്ഞ് ഏൽപ്പിക്കാം. അത് തെറ്റില്ല. ആ സിസ്റ്റാണ് ഇപ്പൊ നമ്മളിവിടെ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഈ വക്കീലിനെ ആരും ഭരിക്കാൻ വരാൻ പാടില്ല. വക്കീലിന്റെ തീരുമാനം അന്തിമമായിരിക്കണം. നിങ്ങൾക്ക് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ദീനിന്റെ നിയമം പറയാതിരിക്കാൻ പറ്റുമോ? അത് അന്തിമമായിരിക്കും. കാരണം എന്താ? ആളുകൾ വക്കാലത്താക്കുന്നത് നിർണിതമായ ഒരു വ്യക്തിയാണ്. അത് ഇവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റാണ് അതിന്റെ ഉത്തരവാദി. ആ പ്രസിഡന്റിന് വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റൂല. അപ്പൊ എന്റെ മോളെ ഞാൻ ഇക്കാക്ക് വക്കാലത്ത് കൊടുത്ത് നിക്കാഹ് ചെയ്യാൻ, ഇക്കാക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞ ബാക്കിലുള്ള ഇക്കാക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് പറ്റൂല. ഞാനാണ് അതിന് അധികാരിയെ ഏറ്റെടുത്താൽ തന്നെ ചെയ്യണത്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇപ്പൊ നമ്മളിവിടെ ഈ വക്കാലത്ത് സിസ്റ്റപ്രകാരം സക്കാത്തുൽ മാല് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം എന്താ? കൊടുക്കാത്ത കുറെ ആൾക്കാരെ അതിന് പ്രചോദനം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാർ തരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് ഫക്കീർ, വീടില്ലാത്ത ആള്, കിടപ്പാടില്ലാത്ത ആള്, പണിയില്ലാത്ത ആള്, ഇങ്ങനത്തെ ആളുകളെയൊക്കെ അതൊന്ന് സമാഹരിച്ച് കൈവച്ച് കൊടുക്കുമ്പോൾ അവരതിന് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങളാലാണ് എന്ന് കരുതി നിങ്ങളെ സക്കാത്തിന്റെ ഫുള്ള് ഫണ്ട് ഒരിക്കലും സക്കാത്തുൽ മാലിൽ വക്കീലായ എന്നെ ഏൽപ്പിക്കരുത്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പരിഗണിക്കേണ്ട ഇടങ്ങളിലൊക്കെ പരിഗണിക്കുക. കൂട്ടത്തിൽ നമ്മുടെ ജമാഅത്തിൽ നമുക്ക് മൊത്തത്തിൽ ഒരു ഫക്കീറിനെ ആ റൂട്ടിൽ നിന്ന്, ആ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറ്റാൻ പറ്റുമെങ്കിൽ, ഒരു മിസ്കീന് നമുക്കൊരു മോചന മാർഗം ഒരുക്കി കൊടുക്കാമെങ്കിൽ, നാളിതുവരെ 60 വയസ്സ് വരെ പൂച്ച പെറ്റതുപോലെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വാടക വീടുകൾ മാറി മാറി തെണ്ടിത്തിരിഞ്ഞ പാവത്തിന് ഒരു കൊച്ചുകൂരയെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതിന്റെ ഫണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ള നിലക്ക് ഒന്ന് സഹായിച്ചു തരിക. ഇത്ര ഇതിനകത്തുള്ളൂ. ഈ 3 രൂപങ്ങൾ ഇതാണ് ദീനുൽ ഇസ്ലാം പറഞ്ഞത്. സമയം ദീർഘിച്ചു പോയി. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച വിധത്തിൽ ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ.